ശ്രീജിത്ത്, വകുപ്പുകളിൽ അന്തിമ തീരുമാനമായിട്ടില്ല. വിജ്ഞാപനം ഇതുവരെയായും പുറത്തിറങ്ങിയിട്ടില്ല. സാധാരണ മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരം ഏറ്റെടുക്കുന്ന ആ ദിവസം തന്നെയാണ് വൈകുന്നേരത്തോടെ വിജ്ഞാപനം പുറത്തിറങ്ങും. പക്ഷേ ഇപ്പോഴിതാ ഈ സമയമായിട്ടും വിജ്ഞാപനം പുറത്തിറങ്ങിയിട്ടില്ല. പല വകുപ്പുകളെ ചൊല്ലിയുമാണ് തർക്കം നിലനിൽക്കുന്നത്. നേരത്തെ ഇത് ശ്രീജിത്ത് വരുന്നതിന് മുമ്പ് അത് ചർച്ച ചെയ്തു. ഇപ്പോൾ ഫിഷറീസിൽ ആണ് അടി കൊഴുക്കുന്നത്, സഹകരണം ചിലർ ആവശ്യപ്പെടുന്നു. അതേസമയം കൃഷി ആർക്കും വേണ്ട കേട്ടോ. ആരും കൃഷി ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തായിരിക്കാം കാരണം ശ്രീജിത്ത്? വകുപ്പുകളിൽ ധാരണയാകാത്തത് തന്നെയാണ്. സാധാരണഗതിയിൽ മിനിസ്റ്റർ ഡെസിഗ്നേറ്റ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഈ ആൾക്കാരോടെല്ലാം തന്നെ വകുപ്പുകൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് കൺവേ ചെയ്യാറുള്ളതാണ്. ആ രീതിയിലത്തേക്ക് ഇന്നതായിരിക്കും എന്ന മട്ടിൽ ഈ ആൾക്കാരോട് എല്ലാവരോടും തന്നെ കൺവേ ചെയ്തിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം മാധ്യമ സ്ഥാപനങ്ങളോട്, പ്രവർത്തകരോട് സംസാരിക്കുന്ന സമയത്ത് പല ആൾക്കാരും തങ്ങൾക്ക് കിട്ടാനുള്ള വകുപ്പ് ഇന്നതാണ് എന്ന രീതിയിലത്തേക്ക് സംസാരിച്ചത്. എന്നാൽ ചിലരുടെ കാര്യത്തിൽ അതിലൊരു ധാരണയില്ല. അതിൽ കുറേയധികം ആശയക്കുഴപ്പമുണ്ട്, നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊരു അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു സാഹചര്യമാണ്. കാരണം മന്ത്രി തീരുമാനമെല്ലാം തന്നെ 24 മണിക്കൂറിനുള്ളിൽ സോർട്ട് ചെയ്തു എന്ന് പറയുമ്പോഴും അവർക്ക് ഏതൊക്കെ വകുപ്പുകളാണ് എന്ന കാര്യത്തിൽ ഇതുവരെയും സോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അത് ഇന്റേണൽ ഡിഫറൻസസ് കുറെ ഉണ്ട്. പ്രത്യേകിച്ച് വകുപ്പുകൾ ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ കൃഷി വകുപ്പ് ആർക്കും വേണ്ട. അപ്പൊ അങ്ങനെ ഫിഷറീസുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ നടക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് കുറച്ചുകൂടെ ഇതിന് ചർച്ചകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള ഒരു ഈസി എസ്കേപ്പ് റൂട്ടാണ് ഇവരെല്ലാവരും തന്നെ പറയുന്ന ഇത് ഗസറ്റിൽ വിജ്ഞാപനം നടത്തിയിട്ടാണ് അറിയുക എന്ന് പറയുന്നത്. അതല്ലാതെ പ്രഖ്യാപിക്കുന്ന ഒരു പതിവില്ല എന്നും ഗസറ്റ് വഴിയാണ് അത് അറിയുന്നത് എന്നും ഒക്കെ പറയുന്നതിന്റെ കാരണം അത് വൈകിപ്പോകുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതല്ലെങ്കിൽ ഗസറ്റിൽ ഇതിനോടകം തന്നെ അത് പബ്ലിഷ് ചെയ്യാമായിരുന്നല്ലോ. അപ്പൊ അങ്ങനെ ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നത് പോലും തടയുന്ന രീതിയിലത്തേക്കുള്ള കുറേയധികം ആശയക്കുഴപ്പങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ശ്രീ അനിൽ, ഞാനിവിടെ ഈ ചർച്ചയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് കോൺഗ്രസ് പ്രതിനിധി, അദ്ദേഹത്തിന്റെ പേര് ഒന്ന് പറയുമോ? ശ്രീ അനിൽ, അദ്ദേഹത്തിന്റെ പേര് കോൺഗ്രസ് പ്രതിനിധി ശരി, കോൺഗ്രസ് പ്രതിനിധി ശ്രീ രജൻ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടു. അപ്പൊ അതില് മറ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും തന്നെ വലിയൊരു സമ്മർദ്ദം ഉണ്ടായില്ല, അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആയിട്ട് ആര് വരണം എന്ന കാര്യത്തിൽ അവരുടെ തീരുമാനം നിർണായകമായില്ല എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത്. സത്യത്തിൽ പ്രതിപക്ഷമായിട്ട് ഈ ഒരു 5 വർഷം കോൺഗ്രസ് തന്നെ ആയിരിക്കും പ്രവർത്തിക്കാൻ പോകുന്നത് എന്നതും ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ചില ആൾക്കാർ ഒരാവശ്യവുമില്ലാതെ ഇപ്പോൾ ശ്രീ വി ഡി സതീശനെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഇൻഡയറക്റ്റ് പോസ്റ്റുകളൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടു. ഇന്ന് കോൺഗ്രസിന്റെ വക്താവായിട്ട് ചാനൽ ചർച്ചകളിലൊക്കെ തന്നെ വരുന്ന ജിൻഡോ ജോണിന്റെ ഒരു പോസ്റ്റ് ഒരുപക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അദ്ദേഹം എന്തിനാണ് അങ്ങനെ പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നോക്കൂ, തേക്കും കാട്ടിൽ ജോൺ റോമൻ കാത്തലിക് ജിൻഡോ എന്നല്ല എന്റെ പേര്, ജിൻഡോ ജോൺ എന്നാണ്, അത് മതി, അതിലേതെങ്കിലും ജാതി ഒന്നും ചേർക്കണ്ട എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എങ്കിലും ശ്രീ രജനും സമ്മതിക്കുമായിരിക്കും അത് ശ്രീ വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ പൂർണ്ണമായ പേര് വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന് പറഞ്ഞതിനെ കുത്തിയതാണ് എന്നതിനെ കുറിച്ച് താങ്കൾക്കും അറിയാം. അത് ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരിക്കും ചർച്ചയിൽ, പക്ഷെ താങ്കൾക്കും അറിയാം അത് ഏത് കോണ്ടെക്സ്റ്റിലാണ് പറഞ്ഞത് എന്നതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ പറയുന്നത് ഇതൊക്കെ സാധാരണഗതിയിൽ പ്രതിപക്ഷ പാർട്ടികൾ പോലും ഏറ്റുപിടിക്കാത്ത വള്ളികളാണ്. അങ്ങനെയുള്ള വള്ളികൾ വരെ പിടിക്കാനായിട്ട് കോൺഗ്രസിൽ തന്നെ ആൾക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കോൺഗ്രസിനുള്ളിൽ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതായിരിക്കും ഏറ്റവും ശ്രമകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ലീഗിന് ഇത്തവണത്തെ മുഖ്യമന്ത്രി നിർണയത്തിലാണെങ്കിലും മന്ത്രിസഭയിലാണെങ്കിലും വകുപ്പുകളിലാണെങ്കിലും മേൽക്കൈ ഇല്ല എന്ന് കോൺഗ്രസ്സുകാർ പറയട്ടെ. കോൺഗ്രസ്സുകാർ പറയുന്നുണ്ടോ? ഇപ്പോ നമ്മൾ ആദ്യമായിട്ട് ഒരുപക്ഷെ ലീഗ് മുഖ്യമന്ത്രിയെ തീരുമാനിക്കേണ്ടതില്ല, പരസ്യമായ അഭിപ്രായം പറയേണ്ടതില്ല എന്ന് പറഞ്ഞു കേട്ടത് ഏതെങ്കിലും BJP-ക്കാരോ CPM-കാരോ പറഞ്ഞല്ല. അത് ശ്രീ മാത്യു കുഴൽനാടനാണ് പറഞ്ഞത്. അദ്ദേഹമാണ് പറഞ്ഞത് ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്, അത് ലീഗ് തീരുമാനിക്കേണ്ടുന്ന ഒരു കാര്യമല്ല എന്ന മട്ടിൽ അഭിപ്രായം പറഞ്ഞത് അദ്ദേഹമാണ്. അതിനുശേഷം ശ്രീ MM ഹസൻ സംസാരിക്കുന്ന സമയത്തും പറഞ്ഞു ലീഗ് പറഞ്ഞുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല എന്ന രീതിയിലത്തേക്ക് പറഞ്ഞു. മറ്റു പല ആൾക്കാരും എന്നാൽ ലീഗിന് വലിയ പ്രാധാന്യമുണ്ട്, പ്രാമുഖ്യമുണ്ട് എന്ന മട്ടിലൊക്കെ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. തന്നെയുമല്ല, വളരെ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടാണ് ഇത്തവണ മന്ത്രിസ്ഥാനങ്ങൾ കൊടുത്തിരിക്കുന്നത് എന്നത് ശ്രീ വി ഡി സതീശന്റെ തന്നെ പഴയ ഒരു വീഡിയോ കണ്ടാൽ ശ്രീ രജന് ബോധ്യമാകും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അദ്ദേഹം പറയുന്നുണ്ട് ഈ 5ാം മന്ത്രി സ്ഥാനം അതിനുള്ള അവകാശവാദം ലീഗിന്റെ ഭാഗത്തുനിന്ന് വന്നത് എങ്ങനെയാണ് എന്ന് പണ്ട് ശ്രീ വി ഡി സതീശൻ അന്നത്തെ കോണ്ടെക്സ്റ്റിൽ വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറയുന്നുണ്ട് അന്നത്തെ കാലത്ത്
കോൺഗ്രസിന് ആദ്യം 62 സീറ്റുകൾ ഉണ്ടായിരുന്ന സമയത്ത് മുസ്ലിം ലീഗിന് 4 സീറ്റുകളാണ്. പക്ഷെ പിന്നീട് ഭരണം കിട്ടുകയും എന്നാൽ കോൺഗ്രസിന് 62 സീറ്റ് ഉണ്ടായിരുന്നത് 38 കുറയുകയും ചെയ്തപ്പോൾ ലീഗിന് മുന്നണിയിലുള്ള പ്രാമുഖ്യം കൂടി. അപ്പൊ ആ സമയത്ത് ഒരു അഡീഷണൽ സീറ്റ് അവർക്ക് കൊടുക്കണം എന്നുള്ളതായിരുന്നു. അത് വിവാദമില്ലാതെ കൊടുക്കുന്നതായിരുന്നു അന്ന് നല്ലത്. അപ്പൊ അതുകൊണ്ടാണ് അന്ന് 5ാം മന്ത്രിസ്ഥാനം കൊടുത്തത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റ് നോക്കൂ, കോൺഗ്രസിന് 38 സീറ്റല്ല, പണ്ട് ശ്രീ സതീശൻ വ്യാഖ്യാനിക്കുന്ന സമയത്തുണ്ടായിരുന്ന 62 സീറ്റുമല്ല, 63 സീറ്റുണ്ട്. അത് കൂടാതെ മറ്റ് 2 സീറ്റുകൾ കൂടി വിട്ടുകൊടുത്തിട്ടാണ് UDFന് CPM വിമതരായിട്ടുള്ള 2 ആൾക്കാരെ ജയിപ്പിച്ചെടുക്കാനും സാധിച്ചത്. അപ്പൊ ഏതാണ്ട് 65-66 സീറ്റുകൾ ഒറ്റയ്ക്ക് സ്വന്തം ക്രെഡിറ്റിൽ അവകാശപ്പെടാൻ കഴിയുന്ന ഒരു പാർട്ടിക്ക് 12 മന്ത്രി സ്ഥാനം എന്ന് പറയുമ്പോൾ അത് ആവറേജ് 5 സീറ്റിനൊരു മന്ത്രി എന്ന കണക്ക് പോലും ഇല്ല. അതിനേക്കാൾ കൂടുതലാണ്. അതിന് 5 MLA-മാർക്ക് മുകളിൽ ഒരു മന്ത്രി എന്ന രീതിയിലത്തേക്കാണ് അതിന്റെ കണക്ക് വരുന്നത്. പക്ഷെ ലീഗിന് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ലീഗിന് കിട്ടിയിരിക്കുന്നത് 4 സംതിങ് ആണ്, അതായത് 5-ൽ താഴെ. സത്യത്തിൽ ലീഗിന് കൊടുക്കാമായിരുന്നത് ഇത്തവണ 4 സീറ്റാണ്, 4 മന്ത്രിസ്ഥാനങ്ങളാണ്. പക്ഷെ അവർക്ക് 5 മന്ത്രിസ്ഥാനങ്ങൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് എന്ത് തരത്തിലുള്ള ബാർഗെയിൻ ആണ് അതിൽ നടന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഒരു സാമാന്യ ഊഹമാണ്, എല്ലാവർക്കും കഴിയുന്ന ഒരു സാമാന്യ ഊഹമാണ്. അത് തന്നെയുമല്ല, അതൊരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഏറ്റവും പൊട്ടൻഷ്യൽ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആയിട്ട് ശ്രീ VD സതീശന് ഓപ്പൺ സപ്പോർട്ട് നൽകുകയും പിന്നീട് വളരെ അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു പ്രസ് മീറ്റ് ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പെങ്ങും ഇല്ലാത്തതുപോലെ കോൺഗ്രസ് അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണെന്ന് പ്രഖ്യാപിക്കട്ടെ, അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായം പറയാം എന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറയുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. സാധാരണഗതിയിൽ കോൺഗ്രസ് അവരുടെ പാർലമെന്ററി പാർട്ടി നേതാവ് ആരാണ് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ലീഗ് അതിനെ പിന്താങ്ങുന്നു എന്നതിനപ്പുറത്തേക്ക് ഒരു അഭിപ്രായം പബ്ലിക്കായിട്ട് പറയേണ്ടുന്ന കാര്യമില്ല. പക്ഷെ അങ്ങനെ ഞങ്ങൾ അഭിപ്രായം പറയും എന്ന് പറയുന്നത് പോലും ഒരു കവേർഡ് വെയിൽഡ് ത്രെട്ട് എന്നൊക്കെ പറയാവുന്ന രീതിയിലത്തേക്ക് അദ്ദേഹം ആ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് എന്നതിനെ കുറിച്ച് ഏതാണ്ട് എല്ലാവർക്കും വളരെ കൃത്യമായിട്ട് അറിയാവുന്നതും ആ സമയത്ത് അത് വ്യാഖ്യാനിക്കപ്പെട്ടതുമാണ്. അതല്ല എങ്കിൽ അങ്ങനെ ഒരു അഭിപ്രായം പറയേണ്ടതിന്റെ ഒരു സാഹചര്യമില്ല. അങ്ങനെ ഘടകകക്ഷികളൊന്നും തന്നെ മുഖ്യമന്ത്രിയെ പ്രഖ്യാപിച്ചതിന് ശേഷം അഭിപ്രായം പറയുന്ന ഒരു പതിവ് സാധാരണ എങ്ങുമില്ല. അതിനുശേഷമാണ് ഈ തീരുമാനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ശ്രീ VD സതീശന് അനുകൂലമായിട്ട് വന്നത് എന്നതിനെ കുറിച്ച് നമുക്കറിയാം. അപ്പോൾ പ്രൊപ്പോർഷനേറ്റ് ആയിട്ടുള്ള മന്ത്രിസ്ഥാനങ്ങളല്ല, ഒരുപക്ഷെ കൂടുതൽ പ്രാധാന്യമുള്ള വകുപ്പുകൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ കണ്ടതാണ് ഈ ആദ്യത്തെ ക്യാബിനറ്റ് മീറ്റിംഗ് നടക്കാനായിട്ട് ഇവരെല്ലാവരും തന്നെ വരുന്ന സമയത്ത് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി സതീശനെ കവർ ചെയ്തതിന് ശേഷം ഇങ്ങേ അറ്റത്ത് വരുമ്പോൾ അദ്ദേഹം വിളിച്ചിട്ടാണ് അപ്പുറത്തെ തൊട്ടടുത്തുള്ള സീറ്റിൽ ഇരുന്നത്. സാധാരണ നമ്മൾ ഹോം മിനിസ്റ്റർ ആണ് അവിടെ ഇരിക്കുന്നത് കാണുക, സീനിയോറിറ്റിയുടെ പേരിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. പക്ഷെ എന്തായാലും ഭരണത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് വിമർശനം ഒന്നാമത് ഉണ്ടാകുന്നതും ആദ്യം വെടിപൊട്ടുന്നതും കോൺഗ്രസിന്റെ ക്യാമ്പിൽ തന്നെയാണ് എന്നതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ശ്രീ ജിൻഡോ ജോണിന്റെ ആ പോസ്റ്റ്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസിന് സ്വന്തമായിട്ട് ഇത്തവണ ഭരണപക്ഷവും പ്രതിപക്ഷവും കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. 47 MLA-മാരുടെ ബാക്കിംഗ് എന്ന് പറയുന്നത് ചെറുതായിട്ടുള്ള ഒരു കാര്യമല്ല. സാധാരണ തലയെണ്ണി അവർ പറയുന്ന നേതാവിനെ മുഖ്യമന്ത്രിയായിട്ട് അവരോധിക്കുക എന്നുള്ളതാണ് പതിവ്. പക്ഷെ ആ പതിവിനെ മറികടക്കാനായിട്ട് സാധിച്ചുവെങ്കിൽ വളരെ ചുരുക്കം MLA-മാര് മാത്രം തന്റെ കൂടെയുള്ള ഒരു MLA-ക്ക് അത് സാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനർത്ഥം ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യകക്ഷി അത്രത്തോളം ഫ്ലെക്സ് ചെയ്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായിട്ടുള്ള സന്ദേശം ഹൈക്കമാൻഡിന് കിട്ടുന്നതിന്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈ പല സന്ദേശങ്ങളും ഇംഗ്ലീഷിൽ തന്നെ പ്രിന്റ് ചെയ്തിട്ട് അവിടെ അടിച്ചത്. വയനാടിനെ മറന്നേക്കൂ, വയനാട് അടുത്ത അമേഠിയായി മാറും എന്നൊക്കെ പറഞ്ഞിരിക്കുന്നതിന്റെ സന്ദേശം പോലും ആരാണ് ഏത് ക്യാമ്പിൽ നിന്നാണ് വന്നിരിക്കുന്നത് എന്നതിനെ കുറിച്ച് കേരളത്തിൽ എല്ലാവർക്കും അറിയാം. ശ്രീ രജൻ അത് മനസ്സിലാക്കിയാൽ നന്നായിരുന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പക്ഷെ ഭരണത്തിൽ പോകുന്ന സമയത്ത് ക്ലോസ് സ്ക്രൂട്ടിനി എന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നുണ്ടാകും, അതേപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ